കുടുംബജീവിതത്തിലെ പരിഗണന ആ ഭർത്താവിന് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാക്കും. അപ്പൊ നോക്കുമ്പോ സന്തോഷം കൊടുക്കുന്നവളാണ്. ഹിറാ ഗുഹരത്തിന്റെ മുഖരങ്ങളിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണമാകുമ്പോ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്ത എന്ന് പറഞ്ഞ പ്രവാചകൻ കടന്നു വരുമ്പോ അള്ളാന്റെ ഹബീബിനെ സ്വീകരിച്ച് പരിഗണിച്ച ഖദീജ ബീവിയാണ്. അള്ളാന്റെ റസൂല് കന്യകയായ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ ജീവിക്കുമ്പോഴും ആ ഭാര്യമാർക്കൊക്കെ അസൂയ തോന്നുമാറ് ഖദീജ റളിയല്ലാഹു മഹബ്ബത്ത് പ്രകടമായത് ഖദീജ ബീവി കൊടുത്ത പരിഗണനയാണ്. അതുകൊണ്ട് നോക്കുമ്പോ സന്തോഷം കൊടുക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. രണ്ടാമത്തെ പോയിന്റ് എന്തെന്നറിയോ? വൈദ അമർതഹ അതഅതക, അവളോട് നീ കൽപ്പിക്കുമ്പോ നിന്നെ അനുസരിക്കുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യ. ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, സാധാരണ ഏതൊരു ഭാര്യമാരും വിചാരിക്കണം എന്താ വെച്ചാല് ഏറ്റവും കൂടുതൽ അവരുടെ വാപ്പയും ഉമ്മയൊക്കെ കഴിഞ്ഞിട്ടാണ് ആർക്ക് സ്ഥാനമുള്ളൂ? ഭർത്താവിനുള്ളോന്നാണ്. പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ ജീവിതത്തിൽ അനുസരിക്കാൻ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണ്? ഹഖുല്ലി സൗജിഹ, അവളുടെ ഭർത്താവിനോടാണ് കടമയുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഭാര്യമാർക്ക് പരിഗണന കൊടുക്കുക, ഭാര്യ ഭർത്താവിന് പരിഗണന കൊടുക്കുക. തന്റെ മക്കളുടെ ഉമ്മയായതുകൊണ്ട് അവരോടുള്ള ആ ഇക്റാം അവർക്ക് കൊടുക്കുക. തന്റെ ഭർത്താവിനോട് അനുസരണ ഭാര്യ കൊടുക്കുക. എത്ര മനോഹരമുണ്ട് ആ ജീവിതം എന്ന് ആലോചിച്ച് നോക്കി. തന്റെ ഭർത്താവിനെ അനുസരിക്കാൻ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയാണ്, ഒരു പെണ്ണിന്റെ നമസ്കാരം കൃത്യമാണ്, അവളുടെ നോമ്പ് കൃത്യമാണ്, അവരുടെ ഭർത്താവിനെ അനുസരിക്കുക കൂടെ ചെയ്തു പോയാൽ അവരുടെ സദാചാര മേഖലയിലൂടെ ശുദ്ധി അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുമ്പോ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ ആ പെണ്ണിന് അല്ലാഹു അനുമതി കൊടുക്കുമെന്നാണ്. തന്റെ ഭർത്താവിനെ അനുസരിക്കണ പെണ്ണിനെ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു താല ഭാഗ്യം കൊടുക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിനുള്ള വഴിയാണ് അള്ളാഹു താല വെച്ചു തന്നിട്ടുള്ളത്. ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യക്കാണ്. മുആദ് റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തപ്പോ അള്ളാന്റെ മുത്ത് റസൂൽ ചോദിച്ചു, മുആദ് എന്താ ഈ കാണിക്കുന്നത്? റസൂൽ യാത്ര ചെയ്തു പോയ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് അവരുടെ പുരോഹിതന്മാർക്ക് മുമ്പിൽ തലകുനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അവരെക്കാളും വലുത് അങ്ങല്ലേന്നാ അള്ളാന്റെ മുത്ത് റസൂൽ പറഞ്ഞു. മുആദ്, സൃഷ്ടിച്ചവനായ റബ്ബിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും സുജൂദ് പാടില്ല. ഒരു പുണ്യ പുരുഷന്റെ മുമ്പിലോ വലിയന്റെ മുമ്പിലോ മക്ബറയുടെ മുമ്പിലോ ജാറത്തിന്റെ മുമ്പിലോ ഒരു മഹാന്റെ മുമ്പിലോ ഇല്ല. എന്തിനേറെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ ഉണ്ടായിരുന്ന അഭിസംബോധന ചെയ്യാൻ തല കുനിക്കുന്ന പ്രവണത പോലും ഈ ഉമ്മത്തിൽ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര. എന്നാൽ അടുത്ത പോയിന്റാണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ അനുമതി കൊടുക്കുമായിരുന്നുവെങ്കിൽ കൊടുത്തിട്ടില്ല. ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യക്ക് അല്ലാഹ് അനുമതി കൊടുക്കുമായിരുന്നു എന്ന്. അപ്പൊ എത്ര വലിയ സ്ഥാനം കുടുംബജീവിതത്തിലെ അള്ളാഹു തആല ഭർത്താക്കന്മാർക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട്. അവരെ അനുസരിക്കണമെന്നവളാണ്